ഇന്നെൻ്റെ ജന്മനക്ഷത്രമാണ് കേട്ടോ. പിറന്നാളാണ്. അപ്പോൾ ഭഗവാന് വിളക്കത്ത് വിളമ്പി ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനുശേഷം നിങ്ങൾ പുറത്ത് പോകാൻ നോക്കുകയാണേ. ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? അക്ഷരയോട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ വിശ്വവിഖ്യാതമായ റോഡാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത്. അവർ റോഡ് പണിക്ക് വേണ്ടി പൊളിച്ചിട്ടതാണ്, പക്ഷെ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. എന്ന് ശരിയാക്കുമെന്ന് അറിയില്ല. എന്നാക്കും. ഞങ്ങളിപ്പോൾ ടാർസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി പലരോടും ഡൗട്ട് ചോദിച്ചു. ആരും മര്യാദയ്ക്ക് എനിക്കൊരു റിപ്ലൈ തന്നില്ല. ഞങ്ങൾ വേറൊരു കാര്യം പറയാം, ഞങ്ങൾ ടാക്സൊക്കെ മര്യാദയ്ക്ക് അടയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ റോഡിൻ്റെ ദയനീയ അവസ്ഥ കാരണമാണ് കേട്ടോ മൊബൈൽ ഇങ്ങനെ ഷെയ്ക്കാവുന്നത്. കൂതറ പൊക്ലി എന്നാ ഇനി വർക്കാവുന്ന ദൈവത്തിനറിയാം. ഇതാണ്ട് ഞങ്ങൾ നെക്സ്റ്റ് റോഡിലേക്ക് വന്നു. നെക്സ്റ്റ് റോഡിലും തീർത്തും റിലീഫ് എത്തിപ്പോയി സുഹൃത്തുക്കളെ. ഹോട്ടൽ കണ്ട സന്തോഷം. മൊത്തം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല, മഴയും ഇല്ല എന്നാൽ അത്ര വെയിലും ഇല്ല. മരം പറയും നമ്മുടെ നാട്ടില് പഞ്ഞിമരാണോ? ഇവിടുന്നാണ് പഞ്ഞികൾ വരുന്നത്. എനിക്കറിയില്ല. അത് പൊട്ടുഞ്ഞി ആണോ? അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ആരും അടിക്കല്ലേ. കണ്ടോ കണ്ടോ പഞ്ഞി ഇത് പൊട്ടിയിട്ട്. കറി ലീഫ്. അയ്യോ കറി ലീഫ് എന്നാണ് കേട്ടോ. തെറ്റി പറഞ്ഞതാ. അച്ഛൻ പോയോ? കുഞ്ഞപ്പൻ അപ്പോ 2 മീൻ ദോശ, ഒരു സാമ്പാർ, സദ്യ. ഓക്കെ, അപ്പം ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്ത് കാണാം കേട്ടോ. ഓക്കെ അങ്ങനെ. അപ്പം ഞങ്ങൾ ഗ്ലാസ് കൊണ്ടുവച്ചു. എത്തി സുഹൃത്തുക്കളെ. ഭക്ഷണം എൻ്റെ മുമ്പിൽ എന്തിനാണാവോ കൊണ്ടുവച്ചേ? ഇതൊക്കെ എന്താ? ഇതെനിക്കും കുഞ്ഞിനുള്ളതാണ് അല്ലേ? ഒന്നുണ്ടാ? അപ്പൊ അച്ഛനെന്താ ഇല്ലയോ? കുഞ്ഞ അറ്റാക്ക്. കുഞ്ഞനീസ് റെഡി. ബോധം കെട്ട് വീഴാഞ്ഞത് ഭാഗ്യം. ഭക്ഷണം കണ്ടിട്ട്. എക്സ്ചേഞ്ച് ഓഫർ, ബാർട്ടർ സമ്പ്രദായം. പപ്പടം കണ്ട വീടിനെ ചാടി വീണ്. സാമ്പാർ ഭക്ഷണം കഴിച്ച കുഞ്ഞിന്റെ എക്സ്പ്രഷൻ എന്താ നിനക്ക് ഇഷ്ടമായി? ഇത്ര അധികം പൊറോട്ട സൂപ്പറാ. കൈയിട്ട് മാന്തുന്ന മധുവേട്ടൻ. എന്താ മധുവേട്ടനുള്ള വരാതിയാണ്? മധുവേട്ടനുള്ള ഇല എത്തി. ഓരോന്നല്ല വിളമ്പണത്, അങ്ങനെ കൊണ്ടുവച്ച് വിളമ്പുക. എൻ്റെ ഒരു സിനിമയിലെ ഇത് പറയില്ലേ, ഡയലോഗ് പറയില്ലേ, സാമ്പാർ എത്തി, പപ്പടം എത്തി, അവസാനം എന്തോ എത്തി പറഞ്ഞിട്ട് നമ്മുടെ ബിജു മേനോൻ്റെ ഫുൾ സദ്യ തോന്നും അല്ലേ? ഞങ്ങൾക്ക് ഉടായ്പ സദ്യ വാങ്ങി തന്നിട്ടാണ് ഫുൾ സദ്യ. ചോറ് തട്ടട്ടെ എന്നാണ് ചോദിക്കേണ്ടത്. തട്ടിക്കോളാൻ പറഞ്ഞു വെച്ചാൽ മാണ്ട. ഇതും കഴിഞ്ഞിട്ട് എന്താ മധുവേട്ടാ? ഈ സദ്യയുടെ കൂടിയാ? ഒരു സദ്യക്ക് എത്രയാ വില? അപ്പൊ കുഴപ്പമില്ല. അപ്പമാവാ. അപ്പോൾ അപ്പുകൂട്ടന് ക്ഷീണമാവാന്ന് പറഞ്ഞാൽ അപ്പാവാം. ഞാൻ നിങ്ങളെ നോക്കിയിരുന്നാലേ ഞാൻ കഴിക്കില്ല. തേരുമുളക് ചോദിക്കുന്ന മധുവായിട്ട് ഇത്രയൊന്നും പോരാഞ്ഞിട്ട് കണ്ടു ഞാൻ. കംപ്ലീറ്റ് കാലിയാക്കി. കുറച്ച് നേരം നിങ്ങൾ എന്താണ് കണ്ടത് സുഹൃത്തുക്കളെ? വിജയശ്രീലാളിതനായി സദ്യയുടെ അവസാന ഘട്ടത്തിലേക്ക്.
അപ്പു ഫുൾ അങ്ങോട്ട് ചെയ്തു. മതിട്ടാ ഞങ്ങൾ നമ്മൾ കഴിക്കും, എന്നെ കൊണ്ട് പറ്റില്ല. ഒന്നു 5 മണിയാകുമ്പോൾ പഠിച്ചിട്ട് പോയി. അങ്ങനെ നമ്മുടെ കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് വി ഫിനിഷ്. പായസം ഈ കഷ്ണില്ലെങ്കിൽ കുഴപ്പമില്ല. കഷ്ണോ അത് കുമ്പളങ്ങ കഷ്ണോ മത്തങ്ങ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? കുഴപ്പമില്ല. പറയും എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു മധുവട്ട ഭക്ഷണം? അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഈ ഇല. സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു രാധിക? നന്നായി ഉണ്ടായി. ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ ബില്ല് കാണിക്കട്ടെ ഞാൻ. കുറവാന്നുള്ള സന്തോഷം. പോവുകയാണ് സുഹൃത്തുക്കളെ. ഭക്ഷണം കഴിച്ചാൽ ഉഷാറാണല്ലേ. ഇപ്പുറത്ത് നല്ല മണക്ക് വരുന്നത് ഏതാ? ഹോട്ടൽ നുക്കൾ. പഞ്ഞിമരത്തിലെ പഞ്ഞികൾ കറക്കുമ്പോൾ കണ്ടോ പഞ്ഞി കണ്ടോ എനിക്കെൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ. മുത്തശ്ശൻ്റെ അവിടെ ഉണ്ടായിരുന്നു പഞ്ഞിമരം. അയ്യോ പഞ്ഞിയാണ് പഞ്ഞി. അങ്ങനെ ഞങ്ങൾ എത്തിപ്പോയി സുഹൃത്തുക്കളെ നമ്മുടെ ഗോദ്രേജ് പാർക്കിലേക്ക്. വീണ്ടും ഞങ്ങളുടെ കോമ്പക്സ് സൂപ്പറാണ് കേട്ടോ. വഴിയാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ശരിയാക്കാണ്ട് കിടക്കണം. സദ്യ ഉണ്ടതിന് ശേഷം എങ്ങനെ ഫീൽ ചെയ്യുന്നു കുഞ്ഞപ്പാ? ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ റീൽ എടുക്കാന്ന് വെച്ചു. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി സുഹൃത്തുക്കളെ. എൻ്റെ കൃഷ്ണ